ഹായ് ഫ്രണ്ട്സ്, രഞ്ജൂസ് മീഡിയ ടെക്കിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട ഏതാനും ചില ക്വിസ് ക്വസ്റ്റ്യൻസാണ് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. ഏവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ലോക പരിസ്ഥിതി ദിനം എന്നാണ്? ജൂൺ 5. 2023 പരിസ്ഥിതി ദിനത്തിൻ്റെ സന്ദേശം എന്താണ്? പ്ലാസ്റ്റിക് മലിനീകരണത്തിനുള്ള പരിഹാരം. മേദിനി പുരസ്കാരം ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പരിസ്ഥിതി. ജൈവ വൈവിധ്യ രജിസ്റ്റർ പുറത്തിറക്കിയ കേരളത്തിലെ ആദ്യ ജില്ല ഏത്? വയനാട്. ലോക പരിസ്ഥിതി ദിനം ആദ്യമായി ആചരിച്ച വർഷം? 1974. ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും ഉൾപ്പെടുന്ന മേഖല ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ജൈവമണ്ഡലം. ഒറ്റ വിത്തുള്ള ഫലം? തേങ്ങ. കേരളത്തിലെ ആദ്യ പരിസ്ഥിതി മാസിക ഏത്? മൈന. പരിസ്ഥിതി എന്ന വാക്ക് ഉപയോഗിച്ചതാര്? ഏണസ്റ്റ് ഹേക്കൽ. 2024 പരിസ്ഥിതി ദിനം ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏത്? സൗദി അറേബ്യ. പരിസ്ഥിതിക്ക് യോജിച്ച ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന മുദ്ര? ഇക്കോ മാർക്ക്. 1972 അമേരിക്കയിൽ DDT എന്ന കീടനാശിനി നിരോധിക്കാൻ കാരണമായ പുസ്തകം ഏത്? നിശബ്ദ വസന്തം. പരിസ്ഥിതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പഠിക്കുന്ന പഠനശാഖ? ഹ്യൂമൻ ഇക്കോളജി. ഹിമാലയൻ മേഖലയിലെ വൃക്ഷങ്ങളെ സംരക്ഷിക്കാനായി 1974 രൂപം കൊണ്ട പ്രസ്ഥാനം ഏത്? ചിപ്കോ പ്രസ്ഥാനം. ചിപ്കോ എന്ന വാക്കിൻ്റെ അർത്ഥം? ചേർന്ന് നിൽക്കുക. ഏത് മുദ്രാവാക്യത്തിലാണ് ആദ്യമായി ലോക പരിസ്ഥിതി ദിനം ആചരിച്ചത്? ഒരു ഭൂമി മാത്രം. പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന പ്രസ്ഥാനം ഏത്? ചിപ്കോ പ്രസ്ഥാനം. ഇർവിംഗ് സ്റ്റോ, ഡൊറോത്തി സ്റ്റോ എന്നിവർ സ്ഥാപിച്ച പരിസ്ഥിതി സംഘടന ഏത്? ഗ്രീൻ പീസ്. ചിപ്കോ പരിസ്ഥിതി പ്രസ്ഥാനത്തിൻ്റെ നായകനാര്? സുന്ദർലാൽ ബഹുഗുണ. പരിസ്ഥിതി കോടതികൾ സ്ഥാപിക്കാൻ മുൻകൈയെടുത്ത ഇന്ത്യൻ നിയമജ്ഞൻ ആര്? ജസ്റ്റിസ് PN ഭഗവതി. ലോക വനദിനം എന്ന്?
മാർച്ച് 21. വിദ്യാഭ്യാസ ചാനലായ വിക്ടേഴ്സിലൂടെ സംപ്രേഷണം ചെയ്യുന്ന കാർഷിക പരിപാടിയുടെ പേര്? നൂറുമേനി. കാനഡയിൽ രൂപം കൊണ്ട പരിസ്ഥിതി സംഘടനയുടെ പേര്? ഗ്രീൻ പീസ്. കാടവിട മക്കളെ മേടവിട മക്കളെ ആരുടെ വരികളാണ് ഇത്? അയ്യപ്പ പണിക്കർ. ലോക പരിസ്ഥിതി പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച റേച്ചൽ കഴ്സൺ രചിച്ച പുസ്തകം ഏത്? നിശബ്ദ വസന്തം. ലോകത്ത് ആദ്യമായി ഭരണഘടനയിൽ പരിസ്ഥിതി സംരക്ഷണം എന്ന ആശയം കൊണ്ടുവന്ന രാജ്യം ഏത്? റഷ്യ. യവനപ്രിയ എന്ന പേരിൽ അറിയപ്പെടുന്ന സുഗന്ധവ്യഞ്ജനം? കുരുമുളക്. പരിസ്ഥിതി സംരക്ഷണ നിയമം നിലവിൽ വരുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു? രാജീവ് ഗാന്ധി. ലോക പരിസര ദിനം എന്ന്? ഒക്ടോബർ 7. പെൺകുഞ്ഞിൻ്റെ ജനനം വൃക്ഷത്തൈകൾ നട്ട് ആഘോഷിക്കുന്ന ഇന്ത്യയിലെ ഗ്രാമം ഏത്? പിപ്പലാന്ത്രി. അത് രാജസ്ഥാനിലാണ്. പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളും അടങ്ങുന്ന ഈ വീഡിയോ ഏവർക്കും ഉപകാരപ്രദമായി എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വിജ്ഞാനവും വിനോദവും പകരുന്ന ഒരുപാട് വീഡിയോകൾ ഈ ചാനലിലൂടെ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നുണ്ട്. ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഏവർക്കും ഉപകാരപ്പെടുന്ന വീഡിയോകളാണ്. വളർന്നു വരുന്ന കൊച്ചു തലമുറയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് അറിവുകൾ രഞ്ജൂസ് മീഡിയ ടെക് എന്ന ചാനലിലൂടെ പങ്കുവയ്ക്കാറുണ്ട്. തീർച്ചയായും ഈ ചാനൽ നിങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്പെടുന്നതായിരിക്കും. വീഡിയോ ശ്രവിച്ച ഏവർക്കും നന്ദി.